ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ടിപ്പിൻ്റെ രണ്ടാമത്തെ ഡേ ആണ് ഇട്ടത്. അപ്പോൾ എഴുന്നേറ്റ പാടെ ഞാൻ ഈ സീനറി മിസ്സാക്കാതിരിക്കാൻ വേണ്ടി വേഗം വിൻഡോ തുറന്ന് നമ്മുടെ തേയിലത്തോട്ടങ്ങളിലേക്ക് മഞ്ഞിറങ്ങുന്ന ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നേരെ വന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് ഒന്ന് മനസ്സും കണ്ണൊക്കെ ഒന്ന് കുളിർപ്പിച്ച ശേഷം ഉണ്ണികളെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി പോകാനുള്ള ഒരുക്കങ്ങളിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. ഒരു ടൈം ഇപ്പോൾ ഒരു 9 മണി ആയിട്ടുണ്ട്. നമ്മളും റെഡി ആയിട്ടുണ്ട്. താഴെ വന്നിട്ട് ഇതുപോലെ കുറച്ച് റീൽസും കുറച്ച് ഫാമിലി പിക്സൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. എന്നിട്ട് നേരെ ഫുഡ് കഴിച്ചിട്ട് പോയത് നമ്മൾ ആനപ്പുറത്ത് കയറാനാണ്. ഇവിടെ ഇങ്ങനെയൊരു സെറ്റപ്പ് ഉണ്ട്. ഒരു ടിക്കറ്റിന് 700 രൂപയാണ് ഒരാൾക്ക് കയറാൻ. അപ്പോൾ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് ആനപ്പുറത്തൊന്ന് കയറി ചുറ്റി കറങ്ങണമെന്ന്. അപ്പോൾ ഈ ആനകളെ കാണുമ്പോൾ അത്ര പേടിയൊന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ആഗ്രഹവും സാധിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ആനമുടി ഹിൽസിലേക്കാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഹയ്യസ്റ്റ് പീക്കാണല്ലോ സൗത്ത് ഗാഡ്സിലെ. അപ്പോൾ ആനമുടി കണ്ടു. അപ്പോൾ ഒരു ആനയുടെ മസ്തകത്തിൻ്റെ ഒരു ഷേപ്പായിരുന്നു ആ മല കാണാൻ. അപ്പോൾ അത് കണ്ട് ഈ ജക്കാന്ത ഫ്ലവേഴ്സ് ബ്ലൂമിങ്ങിൻ്റെ ടൈമായിരുന്നു കേട്ടോ ഇപ്പോൾ മൂന്നാറിൽ. അപ്പോൾ ഒരു ഏരിയ മുഴുവൻ ഇതുപോലെ വയലറ്റ് ഫ്ലവേഴ്സ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടു. പിന്നെ നമ്മൾ പോയത് ലക്കം വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ. അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഏരിയയാണ്. അപ്പുറത്ത് നല്ല രീതിയിൽ വെള്ളമൊക്കെ ചാടുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. ഈ ഏരിയയ്ക്ക് കടന്നപ്പോൾ തന്നെ ഒരു കാടിൻ്റെ അനുഭൂതിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു ഇവിടെ. അപ്പോൾ ഉണ്ണികളെയൊക്കെ നമ്മൾ കുളിപ്പിച്ച് റെഡിയാക്കി കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാർക്കലിൻ്റെ ഇടയിൽ കൂടെയുള്ള നടത്തം കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു. നമ്മൾ സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ വെള്ളത്തിൽ എന്തായാലും വീഴും. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് ആനക്കുളത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോഴത്തേനും. ആനകൾ വരുമോ ഇല്ലേ എന്നുള്ള സംശയത്തിലാണ് നമ്മൾ പോയത്. ഒരു 7 മണി ആ സമയത്താണ് നമ്മുടെ ഭാഗ്യത്തിന് അവിടെ ഒരു ആന വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കാട്ടാനകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥിരമായിട്ടുള്ളൊരു ആനക്കുളമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും പേര് കൂടിയിരിക്കുന്നത്. അവിടുത്തെ വെള്ളത്തിന് എന്തോ ലവണാംശത്തിൻ്റെ എന്തോ പ്രത്യേകത കൊണ്ടാണ് ആനകൾ അവിടെ വെള്ളം കുടിക്കാൻ വരുന്നത് കേട്ടോ.